श्रीराम राम राम श्रीरामचन्द्र जय। श्रीराम राम राम श्रीरामभद्र जय। श्रीराम राम सीताभिराम राम। श्रीराम राम राम ലോകാഭിരാമ ജയ. നമസ്കാരം. എല്ലാവർക്കും ന്യൂസ് ഇൻഡിപെൻഡൻസിൻ്റെ സാകേതം എന്ന രാമായണ പുണ്യത്തിലേക്ക് സ്വാഗതം. പല പല വികാരങ്ങളിൽ രാമായണം പങ്കുവെക്കുന്നുണ്ട്. പല പല ഓർമ്മപ്പെടുത്തലുകളുണ്ട്. അത്തരമൊരു ഓർമ്മപ്പെടുത്തലിലൂടെ ഇന്ന് തുടങ്ങാം. ഇതിലെ കഥാപാത്രം മന്ധരയാണ്. അധികമൊന്നും മറ്റ് എവിടെയും പരാമർശിക്കപ്പെടാത്ത മന്ധര അയോധ്യാകാണ്ഡത്തിലൊരു വൈകുന്നേരമാണ് കടന്നു വരുന്നത്. അതുവരെ കൈകേയി എന്ന വളരെ മഹിളാരത്നം എന്ന് വിശേഷിപ്പിക്കാവുന്ന കൈകേയിയെ ഒരു 30 മിനിറ്റ് കൊണ്ട് മാറ്റിയെടുത്ത ഒരു കൂനിയായ വൃദ്ധയാണ് മന്ധര. മന്ധര ഈ വാക്ക് പറഞ്ഞ് കൈകേയി വേണ്ട വിധത്തിൽ ഏഷണിയൊക്കെ കൊടുത്ത് കൈകേയിയുടെ മനസ്സ് മാറ്റി. കൈകേയി ദശരഥനിലൂടെ തൻ്റെ ഇംഗിതം ആവശ്യപ്പെട്ടു. പിറ്റേ ദിവസം ദശരഥൻ മരിക്കുന്ന സമയം. അതിനുശേഷം എന്തൊക്കെ പ്രലോഭനങ്ങളാണ് മന്ധരക്ക് മോഹിച്ച് കൈകേയി കൊടുത്തതെന്ന് ഓർമ്മിക്കണം. നിനക്ക് ഞാൻ വലിയ രാജ്യത്തിൻ്റെ ഭാഗം തരാം, നിനക്ക് ദാസിമാരെ തരാം, ഇങ്ങനെ പരസ്പരം മായാമോഹത്തിൽപ്പെട്ട് രണ്ടുപേരും പറയുന്നുണ്ട്. പക്ഷെ ഒടുവിൽ രണ്ടുപേരും ഈ മന്ധരയെ രാമായണത്തിൽ പിന്നീട് എവിടെയും നമ്മൾ കാണുന്നില്ല. ശൂർപ്പണഖയെ പോലെയാണ്. വളയിട്ട കൈകൾ രാമായണത്തിൻ്റെ കഥ വിഗതികൾക്ക് വലിയ സാക്ഷ്യം വഹിച്ചത് 3 പേരാണ്. 3 വളയിട്ട കൈകൾ എന്ന് വേണം പറയാം. ഒന്ന് മന്ധര, രണ്ടാമത് കൈകേയി, മൂന്നാമത് ശൂർപ്പണഖ. ഈ 3 സ്ത്രീകളാണ് രാമായണ കഥയെ ചീത്ത വഴിയിലേക്ക് നയിച്ചത്. അതിൽ തുടക്കക്കാരി മന്ധരയാണ്, കൈകേയിയുടെ വൃദ്ധയായ ദാസി. അവരിവിടെ മാത്രമേ നമ്മൾ കാണുന്നുള്ളൂ. മന്ധരയുടെ ആ ഉപജാപകം കൊണ്ട് പിന്നീട് സംഭവിക്കുന്നത് എന്താണ്? എങ്ങനെയായിരിക്കണം മക്കൾ, പുത്രന്മാരെ എങ്ങനെ, സത്സന്താനങ്ങൾ എങ്ങനെയായിരിക്കണം? ഈ ഓരോ മക്കൾക്കും വേണ്ട ഗുണം അനുസരണമാണ്. അനുസരണയാണ് മക്കൾക്ക് ഉണ്ടാകേണ്ട പ്രഥമ ഗുണം. അതായത് അച്ഛനമ്മമാർ പറയുന്നത് അനുസരിക്കണം. ഇത് പുതിയ ജനറേഷനിലെ കുട്ടികൾ വളരെ ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. അച്ഛനമ്മമാർ പറയുന്നത് അനുസരിക്കാൻ പഠിപ്പിക്കുകയാണ് രാമായണം. രാമൻ, അച്ഛൻ ദശരഥൻ പറയുന്നു രാമനോട്, രാമ, ഋഷി വിശ്വാമിത്രൻ പറയുന്നത് എന്താണോ അതനുസരിക്കണം. താടക മുന്നിൽ വന്ന് പെട്ടപ്പോൾ രാമൻ്റെ ഉള്ളിലൊരു ചിന്തയുണ്ടായി. സ്ത്രീ വധം സാധ്യമാണോ, അല്ലെങ്കിൽ സ്ത്രീകളെ വധിക്കാൻ പാടുണ്ടോ എന്ന്. അത് രാമൻ്റെ ഉള്ളിലുണ്ടായിരുന്ന ഒരു ധാർമ്മിക ബോധമായിരുന്നു. പക്ഷേ അച്ഛൻ പറഞ്ഞിട്ടുണ്ട്, ഗുരു ഋഷി മുനി എന്ത് പറയുന്നതോ അതനുസരിക്കണം. അപ്പോഴാണ് മുനി പറയുന്ന വാക്കിനെ രാമൻ അനുസരിക്കുന്നത്. അതാണ് കുട്ടികൾക്കുണ്ടാകേണ്ട പ്രഥമ ഗുണം. മാതാപിതാ ഗുരു ദൈവം, ഈ ദൈവതുല്യരായ അച്ഛൻ, അമ്മ, ഗുരുനാഥന്മാർ പറയുന്നത് അനുസരിക്കണം. അത് അഹിതമാവാം, ഹിതമാവാം, എന്തും. അനിഷ്ടമാകാം, ഇഷ്ടമാകാം, എന്തും അനുസരിക്കുക എന്നുള്ളതാണ് രാമായണം പഠിപ്പിക്കുന്ന ഒരു മഹനീയ ഗുണം. കാട്ടിലേക്ക് 14 കൊല്ലം പോയി താമസിക്കുക എന്നുള്ളത് ഒരു കൗമാരക്കാരനും, രാമൻ അന്ന് 24 വയസ്സ് മറ്റു പ്രായമാണ്, ഇഷ്ടമല്ലാത്ത കാര്യമാണ്. പക്ഷേ രക്ഷിതാക്കൾക്ക്, മാതാപിതാക്കൾക്ക് വേണ്ടി അത് 14 വർഷം കാട്ടിലേക്ക് പോകുന്നു. മക്കൾ വേണമെങ്കിൽ 3 തരക്കാരുണ്ടെന്ന് പറയാം. മക്കളെ 3 തരക്കാരാക്കാം: ഉത്തമൻ, മധ്യമൻ, അധമൻ. ആരാണ് ഉത്തമനായ മകൻ? അച്ഛൻ അമ്മ പറയുന്നത്, അവരാഗ്രഹിക്കുന്നത് എന്തോ അവർ പറയുന്നതിന് മുമ്പ് ചെയ്തു കാണിക്കുക, അനുസരിക്കുക എന്നതാണ് ഉത്തമ പുത്ര ലക്ഷണം. ഇനി മധ്യമപുത്രന്മാരായാലോ?
രക്ഷിതാക്കൾ, മാതാപിതാക്കൾ, അച്ഛൻ പറഞ്ഞതനുസരിക്കുക. അത് മധ്യമനായ മകനാണ്. അധമനായ മകനോ, മാതാപിതാക്കൾ പറഞ്ഞാലും അനുസരിക്കാതിരിക്കുക. ഇവിടെ രാമൻ ഉത്തമപുത്രനാണ്. അച്ഛൻ പറഞ്ഞിട്ടില്ല. ദശരഥൻ രാമനോട് 14 കൊല്ലം കാട്ടിൽ പോയി താമസിക്കണമെന്ന് പറഞ്ഞിട്ടില്ല. പക്ഷെ പിതൃഹിതമറിഞ്ഞിട്ട് പ്രവർത്തിച്ച ഉത്തമനായ മകനായി മാറുകയാണ്. അച്ഛൻ ഇച്ഛിക്കാത്തത് ചെയ്ത, അച്ഛൻ്റെ ആഗ്രഹങ്ങളനുസരിച്ച് ചെയ്ത മകൻ. അതാണ് അത്തരം മക്കൾ ഉണ്ടാകണമെന്ന് രാമായണം നമ്മെ പഠിപ്പിക്കുന്നത്. മക്കൾ എങ്ങനെയായിരിക്കണം? വാൽമീകി എഴുതിയ രാമ, ലക്ഷ്മണ, ഭരത, ശത്രുഘ്നന്മാരെ ഹൃദയത്തിൻ്റെ ശ്രീകോവിലിൽ മാത്രമല്ല, ക്ഷേത്രങ്ങളുടെ ശ്രീകോവിലും നാം വെച്ച് ആരാധിക്കുന്നതും, ഇപ്പോൾ കേരളക്കരയാകെ 4 അമ്പലങ്ങളിൽ ദർശനം നടത്തുന്നതും അത്തരം ശ്രേഷ്ഠരായ മക്കൾ, ശ്രീരാമനെ പോലെ ഏട്ടന് വേണ്ടി 14 കൊല്ലം പിന്തുടർന്ന, ഏട്ടൻ്റെ ശുശ്രൂഷയ്ക്ക് പ്രാധാന്യം കൊടുത്ത അനുജൻ ലക്ഷ്മണനെ പോലെ, ഏട്ടൻ അവകാശപ്പെട്ട സിംഹാസനങ്ങളിൽ ഇരിക്കാതെ മാതൃക കാണിച്ച, കൊട്ടാരം വിട്ട ഒരു ഗ്രാമത്തിൽ, നന്ദിഗ്രാമത്തിൽ പോയി താമസിച്ച അനുജൻ ഭരതനെ പോലെ, ആ ഭരതന് സഹോദരന് നിഴലായി എല്ലാ സേവകളും ചെയ്ത ശത്രുഘ്നനെ പോലെ, ഈ 4 സഹോദരന്മാരുടെ ത്യാഗത്തിൻ്റെ കഥയാണ്, അല്ലെങ്കിൽ മക്കൾ എങ്ങനെയായിരിക്കണമെന്ന് പറയുന്നിടത്താണ് രാമായണത്തിൻ്റെ പ്രസക്തി. സഹോദരങ്ങൾ എങ്ങനെയായിരിക്കണമെന്ന് കൂടി ഇതിൽ പഠിക്കുന്നു. പക്ഷി സഹോദരന്മാരുണ്ട്, ജടായുവും സമ്പാദിയും. വളരെ ശ്രേഷ്ഠരായ പക്ഷികളാണ്. ഒരു ദിവസം ജടായും സമ്പാദിയും ആരാണ് സൂര്യനെ തൊടുക എന്നൊരു പന്തയം വെച്ച് വാനത്തേക്ക് പറന്നു. കൊച്ചനുജനായ ജടായുവിന് ശക്തി കൂടിയതുകൊണ്ട് സൂര്യൻ്റെ അടുത്തേക്ക് എത്താറായപ്പോൾ അനുജന് പൊള്ളലേറ്റ് ചിറക് കരിയുമെന്ന് കരുതി ചാടി അനുജനെ ചിറക് കൊണ്ട് വാരി പുതഞ്ചു പിടിച്ച സമ്പാദി ചിറക് സ്വയം കരിഞ്ഞ് താഴെ വീണു പോകുന്നു. ആലോചിച്ച് നോക്കൂ, അനിയനെ രക്ഷിക്കാൻ സ്വന്തം ജീവനെ ചിറക് കരിഞ്ഞെങ്കിലും രക്ഷിക്കാൻ ശ്രമിച്ച പക്ഷി സഹോദരന്മാരുണ്ടായിട്ടുണ്ട്. എങ്ങനെയാകരുത് ബാലി സുഗ്രീവന്മാരും സഹോദരന്മാരാ. ഇപ്പോഴും നമ്മൾ കലഹിക്കുന്ന സഹോദരന്മാരെ ഉപമിക്കാറുള്ളത് അത് ബാലിയും സുഗ്രീവനും എന്നാണ്. അങ്ങനെയാകരുത്. രാവണൻ, വിഭീഷണൻ, കുംഭകർണൻ, അതും 2 പേര് ആസുരിക ജീവിതം നയിച്ചപ്പോൾ ഈശ്വരമാർഗത്തിൽ തിരിഞ്ഞുപോയ വിഭീഷണൻ. ഇങ്ങനെ സാഹോദര്യത്തിൻ്റെ മക്കളുടെ ഒക്കെ അനവധി കഥകൾ, ജീവിതത്തിൽ ഇന്നും പാഠമാക്കേണ്ട കഥകൾ. എല്ലാ കർക്കടകത്തിലും ഇരുന്ന്, വരാന്തയിലിരുന്ന്, അകത്തളത്തിലിരുന്ന്, വിളക്ക് വെച്ച്, പീഠത്തിൽ വെച്ച്, ഗ്രന്ഥം വെച്ച് കുട്ടികളെ, വളരുന്ന തലമുറയായ കുട്ടികളെ ഈണത്തിലും താളത്തിലും കേൾപ്പിക്കേണ്ട ഒരു മധുരോദാരമായ കൃതിയാണ് രാമായണം എന്ന് പറയാം. അത് തീർച്ചയായും നമ്മുടെ കുടുംബങ്ങളിലും അത് സമൂഹത്തിലും നാടിനും നന്മ വരുത്തുമെന്ന കാര്യത്തിൽ ഒരു സംശയവുമില്ല. ജാതി ചിന്ത നമുക്ക് തൊട്ട് തീണ്ടിയിട്ടിരുന്നില്ല എന്ന് പറയാം. പിന്നീടാണ് ഒരു 700 കൊല്ലത്തിനിപ്പുറത്താണ് തൊട്ടുകൂടാത്തവർ, തീണ്ടിക്കൂടാത്തവർ, ദൃഷ്ടിയിൽപ്പെട്ടാലും ദോഷമുള്ള ഭ്രാന്താലയമായ ചിന്തയുണ്ടായത്. ഒരു കീഴാള ജാതിയെ കണ്ടാൽ കുളിക്കണം, തൊട്ടാൽ കുളിക്കണം, അവർ വരമ്പിലൂടെ പോകണം, അവർ ശരീരത്തിൽ ചൂല് വെച്ച് കെട്ടി നടക്കണം, വഴി വൃത്തിയാക്കി കൊണ്ടുപോകാൻ. അവർ കൃഷിപ്പണി ചെയ്ത് വന്നാൽ ഈ കർക്കിടക മാസത്തിൽ തോരാമഴയത്ത് പറമ്പിൻ്റെ മൂലയിൽ കുഴി കുഴിച്ച് അവിടെ കൈകെട്ടി നിൽക്കണം. ആ കുഴിയിൽ ഇല വെച്ച് അതിൽ കഞ്ഞി വിളമ്പും. അത് തമ്പ്രാൻ കൽപ്പിക്കുന്നവരെ തിന്നാതിരിക്കണം. വിശന്ന് വയറ് കരിഞ്ഞാലും അതിൽ പട്ടി തിന്നാലും. അങ്ങനെയൊക്കെ ഇരിക്കുന്ന ജാതി ഭ്രാന്തിൻ്റെ കാലത്ത് രാമായണമുണ്ടായി. മമ ഭജനത്തിൽ ശബരിയോട് രാമൻ പറയുന്നുണ്ട്, ജാതിഭേദമില്ല, ഈശ്വരചിന്തക്ക് ജാതിഭേദമില്ല. എഴുത്തച്ഛൻ തൊട്ട് നാരായണ ഗുരുദേവൻ വരെ പറഞ്ഞത് ജാതിഭേദം മതദ്വേഷം ഏതുമില്ലാതെ സർവരും സോദരത്വേന വാഴുന്ന മാതൃകാസ്ഥാനമാണിതെന്ന് ഗുരുദേവൻ പാടിയതും ഈ ജാതി ചിന്ത നമ്മിൽ നിന്ന് പോകാനാണ്. എഴുത്തച്ഛൻ ഒരു പ്രസിദ്ധമായ ജാതി ചിന്തക്കെതിരെ പടവാളാക്കിയിട്ട് ഹരിനാമകീർത്തനത്തിൽ ഒരു 4 വരി എഴുതിയിട്ടുണ്ട്.
ഋതുവായ പെണ്ണിനും ഇരപ്പനും ദാഹകനും. ഋതുവായ പെണ്ണിനും ഇരപ്പനും ദാഹകനും പതിതനും അഗ്നി അചനം ചെയ്ത ഭൂസുരനും. ഹരിനാമകീർത്തനം ഇതൊരു നാളും, ഹരിനാമകീർത്തനം ഉര ചെയ്വതിന് ഒരു തടസ്സവുമില്ല. ഋതുവായ പെണ്ണിന് നാരായണനെ ഭജിക്കാം, ഇരപ്പൻ ഇരക്കുന്ന ഭിക്ഷക്കാരനെ ഭജിക്കാം, ദാഹകൻ ശവം ദഹിപ്പിക്കുന്ന ആൾക്ക് ഈശ്വരനെ ഭജിക്കാം. അഗ്നി അചനം ചെയ്ത ഭൂസുരൻ, അഗ്നിയിൽ ഹോമം ചെയ്യുന്ന ഭൂസുരൻ ബ്രാഹ്മണന് ഭജിക്കാം. അങ്ങനെ സർവമാന ആരന്ത്യജൻ എന്ന് അഗ്രജൻ എന്ന വ്യത്യാസമില്ലാതെ ഈ സച്ചിദാനന്ദമായ ബ്രഹ്മത്തിൽ സകലരും ഏകയേവ എന്ന് ഉദ്ഘോഷിച്ച ഒരു മഹനീയ ഗ്രന്ഥമാണ് രാമായണം. ആ രാമായണ ശീലുകൾ ഈ ഓരോ കർക്കിടകരാവും ഈ കേരളത്തെ ധന്യമാകട്ടെ. ഈ എപ്പിസോഡ് ഇവിടെ സമാപിക്കുന്നു. എല്ലാവർക്കും നമസ്കാരം. ശ്രീരാമ രാമ രാമ ശ്രീരാമചന്ദ്ര ജയ. ശ്രീരാമ രാമ രാമ ശ്രീരാമഭദ്ര ജയ. ശ്രീരാമ രാമ സീതാഭിരാമ രാമ. ശ്രീരാമ രാമ രാമ ലോകാഭിരാമ ജയ.